2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയാലുണ്ടല്ലോ CPM-ൻ്റെ വോട്ട് ശതമാനം എത്രയാണെന്നറിയാവോ? 1.76, 1.76% CPM-ൻ്റെ ദേശീയ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ തകർച്ചയാണ്. എന്ന് മാത്രമല്ല, CPM-ൻ്റെ പാർലമെൻറ്റിലെ പ്രാതിനിധ്യം എത്രയാണ്? 4 MP-മാരാണ്. ആ 4 MP-മാരിൽ 3 MP-മാർ എവിടെ നിന്നൊക്കെയാണ്? ഒരു MP കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി രാജസ്ഥാനിലെ സിക്കാറിൽ നിന്ന് ജയിച്ചു. 2 MP-മാർ DMK-യുടെ പിന്തുണയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചു. കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ തുടർഭരണം ഉണ്ടായപ്പോഴും 2019-ലും 2024-ലും ഒരു സീറ്റാണ് കിട്ടിയിട്ടുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ചെറിയ തിരിച്ചടിയൊന്നുമല്ല. ഞാനൊരു കണക്കെടുത്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി എത്ര MLA-മാരുണ്ട് CPM എന്നറിയാവോ? 84 MLA-മാരാണ് ആകെ രാജ്യത്തുള്ളത്. ആ ആകെ രാജ്യത്തുള്ള 84 MLA-മാരിൽ 69 MLA-മാർ കേരളത്തിൽ നിന്നാണ്. 11 MLA-മാർ ത്രിപുരയിലുണ്ട്, 2 MLA-മാർ തമിഴ്നാട്ടിലുണ്ട്, 1 MLA ജമ്മു കാശ്മീരിലുണ്ട്, 1 MLA മഹാരാഷ്ട്രയിലുണ്ട്. കഴിഞ്ഞു. ഇതാണ് CPM-ൻ്റെ സാന്നിധ്യം. മറ്റൊരു വലിയ ട്രാജഡി ഉണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 34 വർഷം, 1977 മുതൽ 2011 വരെ 34 വർഷം പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത് CPM-ആണ്. CPM-ൻ്റെ ലോക റെക്കോർഡാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അധികാരത്തിൽ ഇരുന്നിട്ടില്ല. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ ഇരുന്നിട്ടില്ല.